ആരാധിക്കാം. ഇതാ ഈശോ ദിവ്യകാരുണ്യം നമ്മുടെ മുൻപിൽ ഇപ്പോൾ ആയിരിക്കുന്നു.
ഈശോ അപ്പത്തിൻ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് നാം കേട്ടു, ദൈവം ഈശോ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായി പല സെഷനിലൂടെയും കളികളിലൂടെയും പാട്ടുകളിലൂടെയും നമ്മൾ കേട്ടു. ബൈബിളിലൊരു വചനമുണ്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മളോട് ചേർന്നിരിക്കുന്ന, ദൈവം നമ്മോട് ചേർന്നിരിക്കുന്ന മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇതാ ഇപ്പോൾ ഈശോ ദിവ്യകാരുണ്യമായി ഈ ആരാധനയിലുണ്ട്. നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ലായിരിക്കാം. ഇന്ന് ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണേ. നമുക്കൊന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണേ. താവേ അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കണേ. താവേ സ്നേഹം എന്താണെന്ന് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്നിരുന്നാലും ആ സ്നേഹം അനുഭവിക്കുവാൻ, ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിയുവാൻ ഒരാഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടു, ഒരുപാട് സെഷൻസിലൂടെ നമ്മൾ കടന്നുപോയി, ഒരുപാട് വചനങ്ങൾ കേട്ടു, ഒരുപാട് പാട്ടുകൾ പാടി. ഈ നിമിഷങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചു. ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല, പക്ഷേ ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളുടെ ലൈഫിലെ കാര്യങ്ങൾ നോക്കാതെ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പറയാതെ, നമ്മൾ തന്നെ വിഷമം പറയുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, അതെല്ലാം മാറ്റിവെച്ച് വ്യക്തിപരമായി ഈശോ സ്നേഹിക്കുന്നു. ഈശോ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കാം. വലിയൊരു ആഗ്രഹം ഉണ്ടാവട്ടെ, എനിക്ക് ഈശോനെ കാണണം, എനിക്ക് ഈശോനെ സ്നേഹിക്കണം, ഈശോയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കൊന്ന് ആഗ്രഹിക്കാം, ചെറുതായിട്ടെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ ഈശോയെ ഞാനങ്ങെ സ്നേഹിക്കുന്നു, ഞാനങ്ങെ ആരാധിക്കുന്നു. സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആരാധന
ഈശോയുടെ ഇതിന് മുൻപ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ഇവിടെ. ആ ദിവ്യ കാരുണ്യത്തിൽ ദൈവം എങ്ങനെ നമ്മുടെ സ്നേഹം കാത്ത് അവിടെ ആയിരിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ദൈവമാണ് നമ്മോട് ചേർന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, മനുഷ്യരല്ല, നമ്മുടെ കൂട്ടുകാരല്ല, ദൈവമാണ് എന്നോട് ചേർന്നിരിക്കുന്നത്. എന്നെ കാണാൻ നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഏറെ സ്നേഹത്തോടെ ആയിരിക്കും ഈ സമയം. വളരെ കുറച്ച് സമയം മാത്രം നമ്മളുണ്ടാവുള്ളൂ. എന്നെ കാണാൻ, എന്നെ കേൾക്കാൻ, എന്നെ സ്വന്തമാക്കാൻ, എന്നെ ആഗ്രഹിക്കാൻ, എന്നെ നേടാൻ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്നു. വേറെ ആരും നമ്മൾ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. വേറെ ആരും നമ്മൾ ഇതുപോലെ കരുതിയിട്ടില്ല. വേറെ ആരും നമ്മൾ ഇതുപോലെ കേട്ടിട്ടില്ല. വേറെ ആരും നമ്മൾ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. അതാണ് ഈശോ, ദിവ്യകാരുണ്യം. ഈ സമയം ഹൃദയത്തിൽ നമുക്ക് ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് നമുക്ക് പറയാം. ഹൃദയത്തിൽ ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങനെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. നമുക്ക് ഹൃദയത്തിൽ പറയാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പറയാം, ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങനെ ആരാധിക്കുന്നു. ഈ സമയം നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി നമുക്ക് പിടിക്കാം. സാധിക്കുന്ന എല്ലാവരും കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ നേരെ നോക്കി അവനെ നമുക്ക് ആരാധിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ശബ്ദം ഉയർത്തി ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാം. ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, 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 ഈശോയെ ഞാനങ്ങനെ ആരാധിക്കുന്നു, ഈശോയെ ഞാനങ്ങനെ ആരാധിക്കുന്നു, ഈശോയെ ഞാനങ്ങനെ ആരാധിക്കുന്നു. കൂടെ നമ്മുടെ കണ്ണുകളൊക്കെ നടക്കാം. നമുക്ക് ആഗ്രഹിക്കാം വലിയ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ. നമുക്കൊന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും എന്നെയൊക്കെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ? ഇപ്പം നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ എന്നെയും ഒന്ന് സ്നേഹിക്കണേ, ഒരാഗ്രഹം നൽകണമേ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എത്രമാത്രം ആഗ്രഹമുണ്ട് അത്രത്തോളം ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം.
ടെസ്റ്റ് മണിയിൽ അഡോൺ ചേട്ടൻ നമ്മൾ പറഞ്ഞു, ഈശോയെ ഈശോ ഉണ്ടെങ്കിൽ എന്നെ എടുക്കണേ, ഈശോ ഉണ്ടെങ്കിൽ എന്നെ എടുക്കണേ. ഈശോയെ അവിടെ സത്യമായും ജീവിക്കുന്നു. കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണേ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വലിയൊരു ദൈവിക സ്നേഹം സ്വർഗം തുറന്ന് ഈ സമയം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ ഇടവകളിലൂടെ ഇവിടെ ആയിരിക്കുന്ന ഈ മക്കളിലേക്ക് അങ്ങയുടെ സ്നേഹം ആത്മാർത്ഥമായി കർത്താവേ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത അങ്ങയുടെ വലിയ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ. നമുക്കെല്ലാവർക്കും കുട്ടികൾ കുത്താം. ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ സമയത്ത് വളരെ നിശബ്ദമായി നമ്മൾ നിൽക്കുന്നു. വ്യക്തിപരമായി നമുക്ക് എന്തെങ്കിലും ഈശോയോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായി മനസ്സിൽ സംസാരിക്കാം. ഈ അവസാന സമയത്ത് ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് വ്യക്തിപരമായി ഹൃദയത്തിൽ ഈശോയോട് സംസാരിക്കാം. ഈശോയെ അങ്ങ് വരണേ, ഈശോയെ അങ്ങ് ഏറ്റെടുക്കണേ, ഈശോയെ എന്നെ സ്നേഹിക്കണേ, ഈശോയെ അങ്ങയുടെ സ്നേഹം നൽകണമേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നു? മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ഈശോയെ, ഈശോയെ, ഈശോയെ നമുക്ക് വിളിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.
നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രൂപതയുടെ മതബോധന ഡയറക്ടറിന്റെ പേരെന്താ? രൂപത ഡയറക്ടറുടെ പേര്, മതബോധന ഡയറക്ടറുടെ ഒച്ചത്തിൽ പറഞ്ഞ് ഒച്ചത്തിൽ തോമസ് ക്രിസ്തുമന്ദിർ അച്ഛൻ അല്ലേ? അച്ഛനെ ഇപ്പോൾ നമ്മുടെ കൂടെ സന്നിഹിതനാണ്. അച്ഛനെ ഇപ്പോൾ ഈ സമയം നിങ്ങളോട് സംസാരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നതാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ പുൽപ്പള്ളി മേഖലയിലേക്ക്, പ്രത്യേകിച്ച് പുൽപ്പള്ളി കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ചൊന്ന് സ്വാഗതം ചെയ്തു. ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പുൽപ്പള്ളി മേഖലയുടെ വൈദിക ജില്ലാ വികാരി പെരുവനപ്പെട്ട വർഗീസ് കല്ലുമാവടിയച്ച, എപ്പിസ്കോപ്പൽ വികാരിയും ഒപ്പം തന്നെ നമ്മുടെ സൺഡേ സ്കൂളിന്റെ മേഖലാ ഡയറക്ടറുമായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ചാക്കോ ചെൽമർമത്തച്ച, കോർഡിനേറ്റർ സിസ്റ്റർ ജെയ്സി തോമസ്, നമ്മുടെ അധ്യാപകരെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, നമ്മുടെ യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ 2024 വർഷത്തിലെ അവധിക്കാലമാണ്. ഞങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണോ? സന്തോഷവതികളാണോ? അത്ര അറിഞ്ഞാൽ മതി. അതാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. വീട്ടിൽ മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം. പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2024 വർഷത്തെ MBOC ക്യാമ്പ്, കഴിഞ്ഞ വർഷം നമ്മൾ ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പിന് അബ്ബ എന്നാണ് പേര് കൊടുത്തിരുന്നത്. നമ്മളെ ദൈവമക്കളാക്കുന്ന, ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി ആഴമായിട്ട് പഠിക്കുന്ന അവസരമാണ്. അതിന്റെ ഒരു തലമാണ് ധ്യാനം. ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ നമ്മൾ അറിയുന്നത് അടുത്തായിരിക്കുമ്പോഴാണ്. നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുന്ന ആളിന് അടുത്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഭാഗികമായിട്ട് ശരി, പൂർണ്ണമായിട്ടും അത് നോക്കുമ്പോൾ അത് തെറ്റുമാണ്. ഭാഗികമായിട്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. പക്ഷെ അവർ നിശ്ചിത കാലത്ത് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കൂടിപ്പോയി 100 വർഷമൊക്കെ ജീവിക്കത്തുള്ളൂ നിങ്ങളുടെ മാതാപിതാക്കൾ. പക്ഷെ നിത്യമായി ജീവിക്കുന്ന, നിത്യതയോട് നമ്മൾ ചേർക്കുന്ന, സ്നേഹിക്കുന്ന ഒരുവൻ അവർക്കും മേലെ ഉണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ അറിയുന്നത്. അതാരാണ്? ദൈവം. ആ ദൈവത്തിന്റെ കാണപ്പെട്ട രൂപമായിരുന്നു ഭൂമിയിൽ യേശു. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നിത്യതയിലേക്ക്, സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഓക്കെ, നമുക്കറിയാം ഈ ചുരമൊക്കെ കയറിയിട്ടുള്ളവർ കണ്ടോ? ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ള എന്തായാലും ചുരം കയറാതിരിക്കുന്ന നിവൃത്തിയില്ല. താമരശ്ശേരി ചുരം കയറിയിട്ടുള്ളവരുടെ കൈവയ്ക്കുക. അത്രയും പേര് കയറിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത്രയും പേര് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ ചിലയിടത്തൊക്കെ ടാപ്പ് വഴി വെള്ളം ഒഴിക്കുന്നതും വണ്ടികളൊക്കെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നറിയാവോ? അത് ഇനി ചുരം കയറാൻ ഒത്തിരിയേറെ ഹെയർപിന്ന് കയറി ചുരം കയറണം. അപ്പോൾ ഇനിയുള്ള യാത്ര ദുഷ്കരമാണ്. അപ്പോൾ അതിന് എഞ്ചിൻ കൂളാക്കാൻ വേണ്ടിയാണ്, എഞ്ചിൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തി വെള്ളമൊക്കെ ഒഴിച്ച് ശാന്തമായിട്ട് അവര് പിന്നീടുള്ള കയറ്റം എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതാണ്. അവരോട് പോകണമെങ്കിൽ ഇടയ്ക്ക് ഒരു വിശ്രമം ആവശ്യമുണ്ട്, ശാന്തത ആവശ്യമുണ്ട്. കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ട് കൈവയ്ക്ക്. അവർക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആരും കൈകാര്യം ചെയ്യുന്നില്ല കേട്ടോ. അത് വളരെ കഷ്ടമാണ്. നമ്മൾ ഹൈടെക് ആകണം. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഇടയ്ക്ക് പുറകിൽ പോയി നോക്കണം. കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിന്റെ ഒക്കെ ഉണ്ട്. അല്ല, പുറകെ ചെറിയൊരു ഫാൻ ഉണ്ടാവും. ചെറിയൊരു ഫാൻ വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ്? അത് കൂളാവാൻ. അതിന്റെ അർത്ഥം അതിടയ്ക്ക് ചൂടാവുന്നുണ്ടെന്നുള്ളതാണ്. ചൂട് പിടിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ചൂട് പിടിക്കും. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അവസ്ഥയോ? നിങ്ങൾക്ക് എവിടെയാണ്? നിങ്ങളുടെ തലയിൽ വല്ലതും ഐസ് കട്ട വല്ലതും വെക്കുന്നുണ്ടോ നിങ്ങൾ കൂളാക്കാൻ വേണ്ടി? പിന്നെന്താ ചെയ്യുന്നത്? നിങ്ങൾ AC മുറി പോയിരിക്കും കൂളാക്കാൻ വേണ്ടി. നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിട്ടോട്ട് ഓടിയിടും. ഓരോ കാര്യം പഠനം, ടെൻഷൻ അല്ലേ? മൊബൈൽ ഇരുന്ന് ഓരോ കാര്യങ്ങളും പഠിക്കണം, 100 കൂട്ടം കാര്യങ്ങളും. ഇതിനിടയിൽ ഒരു ശാന്തത വേണ്ടേ? ശാന്തത വേണ്ടേ? ദൈവം തന്നെ അത് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. 7ാമത്തെ ദിവസം ഒരു ശാന്തത എടുക്കണമെന്ന്. ആ ദിവസമാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എവിടെ വരേണ്ട സ്ഥലമാണ്? പള്ളിയിൽ നമ്മൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വീണ്ടും കരുത്തോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ അടിവാരത്തുനിന്ന് ഇങ്ങനെ ചുരം കയറുന്ന പോലെ നമുക്ക് പിന്നെ ഒരാഴ്ചത്തേക്കുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കും.
ഓക്കെ, ശരിയാണോ? അപ്പോൾ നമ്മൾ എല്ലാ തിരക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്ന ദിവസങ്ങളാണ് ഏത്? ഈ ധ്യാനത്തിന്റെ ദിവസം. നമ്മൾ ചിലപ്പോൾ വട്ട് പിടിക്കും, ഭ്രാന്ത് പിടിക്കും, നമുക്ക് 100 കാട്ടം ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു ശാന്തത ആവശ്യമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളും സഭയും നമ്മുടെ അച്ഛന്മാരും സിസ്റ്റർമാരും ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാം കൂടി നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു അവസരം, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഒന്ന് ശാന്തമാക്കാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ യുവജനങ്ങളാണ് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവരുടെ വലിയൊരു കൂട്ടം സഹോദരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ലോകവും അതിന്റെ സന്തോഷങ്ങളെക്കാൾ ഉപരിയായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. അവരെ പോലെ നമ്മളും യേശുവിനെ അടുത്ത് സ്നേഹിക്കണം. അതെങ്ങനെ സ്നേഹിക്കണം? നമ്മൾ പള്ളി വരണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കണം. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്നു. അവർക്ക് നമുക്കറിയാമല്ലോ, പുതിയ ഒരു വർഷം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് നല്ല പഠനവും അതുപോലെ നല്ല പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പഠനം എല്ലാം ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ല മിടുക്കലായിട്ട് നിങ്ങൾ മാറും. ഓക്കെ. പിന്നെയുള്ളത് നമുക്കറിയാമല്ലോ, ഈ അവധിക്കാലത്താണ് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. 10ാം ക്ലാസ് കഴിയും. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇതിലേക്ക് എന്ത് പോകണമെന്ന് ചിന്ത ഉണ്ടാകും. +2 കഴിയുമ്പോഴുണ്ടാകും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകും, പലയിടത്തും. അപ്പോൾ നമ്മൾ ഈ മാസത്തെ പറ്റി പൊതുവിൽ പറയുന്നത് ദൈവവിളി. നമ്മൾ കൂടുതൽ തിരിച്ചറിയാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ ദൈവീ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മെയ് മാസം പറയുന്നത്. അപ്പോൾ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈവരിക്കും. താല്പര്യമുണ്ട്. വലിയ വൈക്ലഭ്യമാണ്. ഒരു വൈദികനാകാനും സിസ്റ്ററൊക്കെ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. മിടിക്കും. അപ്പൊ പെട്ടെന്ന് ഒരു സംശയമില്ല, വേറെ നോട്ടമില്ല. അവൻ കൈവെക്കുന്ന ഇവൻ വെക്കുന്നൊന്നുമില്ല, ചിന്തയില്ല. എല്ലാ വിളിയുടെയും പുറകിൽ ഒരു ദൗത്യമുണ്ട്. അതുപോലെ ആ വിളിക്ക് പുറകിൽ അതിന് പിന്നാലെ ഒരു ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? മോനെ ഇങ്ങ് വാടാ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വിളിയാണ്. ആ വിളിക്കുള്ളിൽ ഒരു ദൗത്യം ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് എന്തോ പറയാനുണ്ട് എന്റെ അടുത്ത്. അപ്പോൾ കേൾക്കണം. എന്താ അച്ഛാ വിളിച്ച്? അപ്പൊ നമ്മൾ ഇന്ന് നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറയും. ദൗത്യം അത് ഏറ്റെടുക്കാം, നിരസിക്കാം. 2 സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ് യേശുവിന്. നമ്മൾ നേരത്തെ പറഞ്ഞു യേശുവിനെ സ്നേഹിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറല്ലേ? ആണോ? എങ്കിൽ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. ഇവിടെ നിന്ന് പറയത്തരുന്ന് ഘോരം പറഞ്ഞിട്ട് ഇപ്പം നല്ലൊരു കാര്യത്തിന് യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് പറയാൻ ആരും ഇല്ലെന്ന് പറഞ്ഞ കഷ്ടമല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ. യേശു ദൈവം പഴയ ദിനത്തിൽ അബ്രാഹത്തെ വിളിക്കുന്നു, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, ഒരു വലിയ ജനതയെ നയിക്കാൻ വേണ്ടി. മോശയെ വിളിക്കുന്നു. മോശ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും പറയും, എനിക്ക് അങ്ങനെ അച്ഛനാകാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അച്ഛനാകാൻ. മോശ പറഞ്ഞു എനിക്ക് വിക്കാണെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ആ വിക്കനാണ് ഒരു വലിയ ജനത നയിച്ചത്. ഒരു സാമുവേൽ ഉറങ്ങി കിടന്നപ്പോഴാണ് വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നത്. സാമുവേൽ ആദ്യം മനസ്സിലായില്ല എന്താണെന്ന്, എവിടുന്ന് വിളി വരുന്നത് മനസ്സിലായില്ല. പിന്നെ അടുത്തുനിന്ന് പ്രവാചകൻ എടുത്തപ്പോഴാണ് പറയുന്നത്, മോനെ ഇനി നീ വിളിക്കുകയാണെങ്കിൽ ഇതാ ദാദാ ഞാൻ ശ്രമിക്കുന്നു, ഉത്തരം പറയാൻ ഞാൻ റെഡിയാണ്. ദാദാസൻ ശ്രമിക്കുന്നു എന്ന് പറയാം. പിന്നീട് ദൈവം വിളിച്ചു. സാമുവേൽ പറഞ്ഞു ഇതാ ഞാൻ ശ്രമിക്കുന്നു. ദാവീദ് ചെറിയൊരു ഇടയ പയ്യനായിരുന്നു. അവൻ തയ്യാറായി. ആരെ കൊല്ലാൻ? ഗോലിയത്തിനെ കൊന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി. ആട്ടിടയൻ. നമ്മൾ നോക്കുന്നത് ഇതിനെ കൊണ്ട് വല്ലതും പറ്റുമോ? അപ്പൊ നിങ്ങളുടെ അച്ഛന്മാരൊക്കെ ഇഷ്ടമാണോ? നിങ്ങൾ വികാരിച്ചമാരൊക്കെ ഇഷ്ടമാണോ? അതിഷ്ടമാണ്. അതൊക്കെ ഇഷ്ടമാണ്. സിസ്റ്റർമാർ ഇഷ്ടമാണോ? എന്താ ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ് പറഞ്ഞോ? നല്ല സിസ്റ്റേഴ്സ് ആണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല സിസ്റ്റേഴ്സ് ആണ്. എന്താ കാരണം? അവരെ നിങ്ങൾ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നിങ്ങളുടെ ബാക്കിയുള്ളവരിൽ നിന്നും അച്ഛന്മാരും സിസ്റ്റർമാരും എന്താണ് വ്യത്യസ്തമാക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരാണ്. വെരി ഗുഡ്, നല്ലൊരു പോയിന്റ്. അടുപ്പിക്കുന്നുള്ളതാണ്. അടുപ്പിക്കുന്നുള്ളതല്ല, കൂടുതൽ അടുപ്പിക്കും അല്ലേ? ദൈവത്തോട് കൂടുതൽ അടുത്തുന്നവരുടെ ജീവിതങ്ങളാണ് ഇവിടെ ഏറ്റവും അടുത്ത ത്രോണോസിൽ വെച്ചിരിക്കുന്നത്. ആരാണ്? അമ്മ, പിന്നെ വിശുദ്ധ ഗീവർ സഹത അല്ലെ, പിന്നെ വിശുദ്ധരുടെ വലിയ വലിയ നിരകളുണ്ട്. അവരെല്ലാം പള്ളിയുടെ ഏറ്റവും അടുത്താണ് മതഹേൽ സ്ഥാനം. അപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള ഒരു വിളിയാണ്. ദൈവത്തോട് ഏറ്റവും അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള ഒരു വിളിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല.
ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും എല്ലാം പല തരത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ചിലരൊക്കെ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ചിട്ട് വൈദ്യരായവരുണ്ട്, സിസ്റ്റർമാരായവരുണ്ട്, വലിയ ലക്ഷക്കണക്കിന്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ച ജർമ്മനിയിൽ ഒരു ചെറുപ്പക്കാരൻ 4 ലക്ഷം രൂപയാണ് മാസം വരവ് ശമ്പളം, രാജിവെച്ചിട്ട് വൈദികനാകാൻ വേണ്ടി വന്നു. 4 ലക്ഷം രൂപ. ഇവിടെ കഷ്ടപ്പെട്ട് ഹോട്ടൽ തൊഴിലാളി അല്ല, നമ്മൾ പല ജോലികളും പരമാവധി 50,000 30,000 40,000 കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയാണ് കിടന്നുക. അതിന്റെ അർത്ഥം എളുപ്പമുള്ള ജീവിതം ആയതുകൊണ്ടല്ല ഇത്. അപ്പൊ അയ്യോ അതിനേക്കാൾ എളുപ്പം നോക്കാം, സുഖമാണ്, ഇതിന് ഭയങ്കര ശമ്പളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവിടെ അച്ഛനാകുന്നുള്ള അർത്ഥത്തിലും അല്ല എടുക്കരുത് ആര്. മറിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ. യേശു വിളിക്കുമ്പോൾ അവരുടെ എല്ലാം പ്രത്യേകം അറിയാവോ? യേശു ദൗത്യം കൊടുക്കുന്നു. എന്താണ്? അവനോടുകൂടി ആയിരിക്കാൻ, സുവിശേഷം പ്രഘോഷിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, സുവിശേഷമാകാൻ ഒക്കെയാണ് വിളിയാണ്. മദർ തെരേസയും അൽഫോൻസാമയും അപ്പോസ്തലന്മാരും വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മളതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ഛന്മാര് സിസ്റ്റർമാരൊക്കെ നമ്മൾ സഭയിൽ വേണ്ടേ? ഇവിടെ പള്ളിയിൽ വരുമ്പോൾ ഇവിടെ അച്ഛനില്ല, കുർബാന ഉണ്ടാവുമോ? അച്ഛനില്ലെങ്കിൽ വൈദികനില്ലെങ്കിൽ കുർബാന ഇല്ല. പരികർമ്മം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി മുട്ടുപായിട്ട് പ്രാർത്ഥിക്കാൻ, നമ്മളെ വിശുദ്ധിയിൽ നയിക്കാൻ സിസ്റ്റർമാർ ഇല്ലെങ്കിൽ നടക്കുമോ? നല്ല കാര്യം പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരുങ്ങണം. ഒരു നിമിഷം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന അല്ല. അതിനുവേണ്ടി എന്നറിയാമോ? പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു മൈലാടുപള്ളി പള്ളിയിലാണെന്ന് തോന്നുന്നു, പെരുന്നാളിന്റെ അവസരം സമ്മാനം കൊടുത്തു. എല്ലാ ദിവസവും നോമ്പിലെ 50 ദിവസവും പള്ളി വന്ന കുട്ടികൾക്ക് സമ്മാനം അവിടെ കൊടുക്കുന്നത് ഞാൻ ചാനലിനകത്ത് കഴിഞ്ഞ് കണ്ടു. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, ഒത്തിരി കുട്ടികൾ. അപ്പോൾ എന്ത് ചെയ്യണം? പള്ളി വരാൻ നോക്കണം, പ്രാർത്ഥിക്കണം. അൾത്താര ശുശ്രൂഷ, മദ്ദ ശുശ്രൂഷയിലും ഗായക സംഘത്തിലും ഒക്കെ ആയിരിക്കണം. വീട്ടിലെന്ത് ചിലർ ഞാൻ വീട്ടിൽ നന്നായിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല മക്കളാകാൻ ആഗ്രഹിച്ച് ഈശോ നല്ല ഇതിലേക്ക് എത്തിക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. പിന്നെ വിശുദ്ധരുടെ ജീവിതം വായിച്ച് പഠിക്കണം. വിശുദ്ധരുടെ ജീവിതം വായിച്ച് പഠിക്കണം. നമുക്കെല്ലാം സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഒരു വിശുദ്ധനും വിശുദ്ധയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വൈദികനും ഒരു സിസ്റ്ററും നല്ല ഒരു അപ്പനും നല്ല ഒരു അമ്മയും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രത്യേകമായിട്ട് അച്ഛന്മാർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം, സിസ്റ്റർമാർക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൈവക്കാവോ? അച്ഛന്മാർക്ക് വേണ്ടിയും സിസ്റ്റർമാർക്ക് വേണ്ടി ദിവസവും മനസ്സിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ പ്രാർത്ഥനയിൽ അത് ചെയ്യുന്നവരൊന്ന് കൈവക്കുക. ആത്മാർത്ഥതയിൽ കള്ളത്തരം പറയാം, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. വീട്ടിലൊക്കെ നല്ല കാര്യങ്ങൾ അച്ഛന്മാരെ പറ്റി പറയാറുണ്ടോ? ആര് പറയാറുണ്ട്? ആര് പറയും? മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെയുള്ളവർ കൈവക്കുക. അച്ഛന്മാരെ പറ്റി സിസ്റ്റർമാരെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങൾ വീട്ടിലൊക്കെ മാതാപിതാക്കളൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്നവർ കൈവക്കുക. ഓ ദൈവമേ, സ്തോത്രം. അത്രയും ഓക്കെ ഓക്കെ, നല്ല കാര്യങ്ങൾ. നമ്മളെപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ പറയണം, കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഈ ലോകത്തിൽ എന്തെങ്കിലും പൂർണ്ണതായിട്ടുണ്ടോ? പൂർണ്ണതയിലുള്ളോ എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ആരുമില്ല. ഒരു 700 കോടി മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. 700 750 കോടി അടുത്ത മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതിലാരും പൂർണ്ണരല്ല. മാർപ്പാപ്പ പോലും, നമ്മുടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ പേരെന്താണ്? മാർപ്പാപ്പയുടെ പേരെന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 140 കോടിയാണ് കത്തോലിക്കർ ഉള്ള ലോകത്ത്. 140 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒപ്പം വരും. അദ്ദേഹവും പാപിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുമ്പസാരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്ന കാരണം, നമ്മളെല്ലാം കുറവുള്ളവരാണ്. കുറവില്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോ അച്ഛൻ ഭയങ്കര ചൂടനാണ്, അച്ഛൻ ഭയങ്കര എന്നെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. ഇരുന്നോട്ട്, അങ്ങനെ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ മോശമാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ അച്ഛന്മാരെ പറ്റിയും സിസ്റ്റർമാരെ പറ്റിയൊക്കെ നല്ലത് പറയാനും അവരടുത്തിടപെടാനും. നിങ്ങൾ അച്ഛന്മാരെ സിസ്റ്റർമാരെ സ്നേഹിക്കുന്നവരുണ്ട്, കൈവക്കുക നന്നായിട്ട്. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ വികാരിച്ചമാരെയും നിങ്ങളുടെ സിസ്റ്റർമാരെയൊക്കെ സ്നേഹിക്കുന്നുള്ളൊരു കൃത്യമാണ് നന്നായിട്ട് ഹൃദയം. വെറുതെ സൂപ്പിക്കാണ്ട് പറയാം. നാളെ ബിരിയാണി കിട്ടാൻ വേണ്ടി, നാളെ ഉച്ചയ്ക്ക് നല്ല ഫുഡ് കിട്ടാൻ വേണ്ടി, ഐസ്ക്രീം കിട്ടാൻ വേണ്ടി പറയരുത്, തള്ളരുത്. ഇന്നത്തെ കാലത്ത് ഒരു പറച്ചിലുണ്ട്, തള്ളരുത്, വെറുതെ ഇരുന്ന് തള്ളരുത്. ഓക്കെ, നിങ്ങൾ താത്തിയിട്ട് ഇന്ന് മുതൽ കൂടുതൽ സ്നേഹിക്കണം.
കൂടുതൽ അച്ഛൻ അടുത്തറിയണം, കൂടുതൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് മാറണം. സിസ്റ്റർമാരുടെ അടുത്ത് കൂട്ടുകാരിയായിട്ട് നിങ്ങൾ മാറണം. അവരെ കൈപിടിച്ച് നടക്കണം, അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു വഴി തിരിവ് അവിടെ ഉണ്ടാകും. ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇത്തരത്തിൽ ഈ പരിശുദ്ധ ആലയത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നല്ല ദൈവിക കാര്യങ്ങൾ യേശുവിനടുത്ത് അറിയാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് കേട്ടോ. നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കളായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി, നിങ്ങളുടെ കുട്ടികളുടെ ചാനൽ നമുക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാനലാണ് ഈശോയുടെ കൂട്ടുകാർ. അത് കാണുന്നവരുടെ കൈവക്കാവോ? അത് ആ ചാനൽ ഇടയ്ക്ക് കാണാറുണ്ട് എന്നുള്ളൊരു കൈവക്കിക്ക്. ഈശോയുടെ കൂട്ടുകാർ. എല്ലാവരുടെയും മൊബൈൽ എല്ലാ സംവിധാനങ്ങളുണ്ട്, പക്ഷെ വേണ്ടതിന് ഉപയോഗിക്കത്തില്ല. ഇൻസ്റ്റഗ്രാം പോട്ടെ, അത് പോട്ടെ, യൂട്യൂബ് ചാനൽ പോട്ടെ, ഇൻസ്റ്റഗ്രാം ഈശോയുടെ കൂട്ടുകാർ കാണുന്നുണ്ട് കൈവക്കിക്ക്. മക്കളെ, ഇതൊക്കെ നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ ഭയങ്കര ഹൈടെക് ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് നല്ലൊരു വിശുദ്ധയാകണോ, ഇൻസ്റ്റഗ്രാമിലേക്ക് കയറുക. അത് ശരിക്കും എന്താ നമ്മുടെ ഒരു ഹൈടെക് ഒരു വിശുദ്ധനുണ്ട് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ. പേരറിയാവോ? ആര്? അതേ ദിവ്യകാരനെ പറ്റി പ്രചരിപ്പിച്ച വിശുദ്ധനാണ്. കൊച്ചു പയ്യനാണ്. അവന് മീഡിയയാണ് ഉപയോഗിച്ചത്. മീഡിയ. അപ്പൊ ഞങ്ങള് ഇന്ന് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഉടനെ കയറിയിട്ട് നല്ലത് കാണാനാണ്. നമ്മുടെ മുമ്പില് ജീവനും മരണം വെച്ചിരിക്കുന്നു. ചോയ്സ് നമ്മുടേതാണ്. നിനക്ക് നല്ലത് എടുക്കണോ, സാധ്യതയുണ്ട്. മോശം എടുക്കണോ, സാധ്യതയുണ്ട്. നീ നന്നായിട്ട് ജീവിക്കണോ, നിന്റെ മുമ്പിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഈശോയുടെ കൂട്ടുകാർ അതിനകത്തോട് വിശുദ്ധരെ പറ്റിയും നല്ല കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അത് ഇന്ന് മുതൽ കാണണം കേട്ടോ. ഈശോയുടെ കൂട്ടുകാർ യൂട്യൂബ് ചാനലും ഉണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഇന്ന് വീട് പോയിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്ത് കാണാനായിട്ട് പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി അച്ഛനും അതുപോലെ തന്നെ പ്രോട്ടോകേരിയച്ചനും സിസ്റ്റർമാരും ഇവിടെ ഇരുന്ന് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു. സഭയുടെ നാമത്തിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇതിനുള്ളൊരു അവസരം പ്രത്യേകമായിട്ട് എന്റെ കൂടെ ഒരു ചേട്ടായുണ്ട്, റിജിൻ ചേട്ടായി. പുള്ളിയാണ് ഈ ഈശോയുടെ കൂട്ടുകാര്, അതുപോലെ സ്രോതസ് വിഷൻ, അതുപോലെ സുവാർത്ത മീഡിയയിലെല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടായാണ്. പുള്ളി ഇതുപോലെ നല്ല ഒരു ജീസസ് യൂത്തിന്റെ ഒരു പ്രവർത്തനം വയ്ക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛനെ പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഒന്ന് കൈയടിച്ചോ, അച്ഛന് ഒരു നന്ദി പറഞ്ഞേ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിന്റെ പോയിന്റ്സിന്റെ കാര്യം മറന്നുപോയി. പോയിന്റ്സ് ഓർമ്മയുണ്ട്. അപ്പം ഫസ്റ്റ് മുതൽ പറയണോ ലാസ്റ്റ് മുതൽ പറയണോ? ലാസ്റ്റ് മുതൽ. ഓക്കെ, ഫോർത്ത് സ്ഥാനത്ത് നിൽക്കുന്നത് സെന്റ് കാതറിൻസ് ഗ്രൂപ്പാണ്. 125 പോയിന്റ്സ്. ഓക്കെ, തേർഡ് നിൽക്കുന്നത് സെന്റ് ഫ്രാൻസിസ് ഗ്രൂപ്പാണ്. 225 പോയിന്റ്സ്. സെക്കൻഡ് നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ഗ്രൂപ്പ്, 250 പോയിന്റ്സ്. നമ്മുടെ ഫസ്റ്റ് ഭയങ്കര ലീഡാണ് കേട്ടാ, ഡോൺ ബോസ്കോ ഗ്രൂപ്പാണ്. 425 പോയിന്റ്സ്. അവര് നല്ലപോലെ പോയിന്റ്സ് മേടിക്കുന്നുണ്ട്. ബാക്കി ഗ്രൂപ്പുകാരെ ശ്രദ്ധിച്ചോ, അവര് സമ്മാനം കൊണ്ട് പോകും. അതുകൊണ്ട് 2 ദിവസം കൂടി ഉണ്ട്, പിടിച്ചോണം കേട്ടല്ലോ. റെഡിയാണോ? യെസ്, നമുക്ക് കുറിച്ചറിയിക്കാം. എല്ലാവരും മുട്ടത്തിന്നേ. എന്റെ ഈശോ വിശുദ്ധ കുരിശിന്റെ ശത്രുക്കളിൽ നിന്ന് ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പുറത്തിരിക്കുന്നവർക്ക് സ്തുതി കൊടുത്തേ. എല്ലാവർക്കും ഇവിടെ ചെറിയ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാപ്പി കുടിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. ഇന്ന് വരാത്തവരുണ്ട്, നാളെ വരുമ്പോൾ മറ്റുള്ളവരും കൂടെ കൂട്ടിക്കൊണ്ട് വരണം എല്ലാവരും കേട്ടോ. ഓക്കെ.